എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്ന് ആഡ്വർബ് ക്ലോസിലെ ആഡ്വർബ് സബോർഡിനേറ്റ് ക്ലോസിലെ കമ്പാരിസനെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടീഷണൽ ക്ലോസ് പഠിച്ചു, ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം പഠിച്ചു, റീസൺ പഠിച്ചു. അതിൽ ലാസ്റ്റായിട്ടുള്ള താരതമ്യം, എങ്ങനെയാണ് വെർബിനെ താരതമ്യം ചെയ്യുക, അതാണ് ആഡ്വർബ് ക്ലോസ് ഓഫ് കമ്പാരിസണിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണ രണ്ട് തരത്തിലാണ് ആഡ്വർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺ ഉണ്ടാവുക. ദർ ആർ ടു ടൈപ്സ്. നമ്പർ 1, ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് ഡിഗ്രി എന്ന് പറയും. ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് ഡിഗ്രിയെ കമ്പാരിസൺ ചെയ്യാം. ഡിഗ്രി മീൻസ് ഒരു ഗ്രേഡ്. അപ്പോൾ ആ വെർബിന്റെ ഗ്രേഡിനനുസരിച്ചിട്ട് ഒരു കമ്പാരിസൺ നടത്തുക. നമ്പർ 2, ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് മാനർ. ആ പ്രവൃത്തി ഇന്നതുപോലെ, മാനർ രീതി അനുസരിച്ച് നമുക്കതിനെ കമ്പയർ ചെയ്യാം. ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് ഡിഗ്രി ആൻഡ് ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് മാനർ. അങ്ങനെ നമുക്ക് ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസനെ രണ്ടായിട്ട് തിരിക്കാം. നോക്കുക, വളരെ ക്ലിയർ ആണ്. ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് ഡിഗ്രി ആർ introduced by the subordinating conjunction than or by the relative adverb as. അപ്പോൾ ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് ഡിഗ്രി നമുക്ക് എഴുതാനായിട്ട്, അല്ലെങ്കിൽ ആ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാനായിട്ട് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ടുള്ള ദാൻ അല്ലെങ്കിൽ റിലേറ്റീവ് ആഡ്വർബ് ആയിട്ടുള്ള ആസ് ഉപയോഗിക്കാം. അപ്പോൾ ദാനോ ആസോ ഉപയോഗിച്ച് നമുക്ക് ആഡ്വർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺ ഓഫ് ഡിഗ്രി എഴുതാൻ സാധിക്കും. നോക്കുക, വളരെ സിമ്പിൾ എക്സാമ്പിൾ. ഷീ ഈസ് ടോളർ ദാൻ മീ. ഷീ ഈസ് ടോളർ ദാൻ മീ. എന്താ ഇതിന്റെ അർത്ഥം? ഷീ ഈസ് ടോളർ, അവള് ടോളറാണ്, പൊക്കം കൂടിയതാണ്. ആരെക്കാൾ? ദാൻ മീ, എന്നേക്കാൾ പൊക്കം കൂടിയതാണ്. ദാറ്റ് ഈസ് കമ്പാരിസൺ. ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. അവളും ഞാനും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആയി. അപ്പൊ ഷീ ഈസ് ടോളർ ദാൻ മീ. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? ഷീ ഈസ് ടോളർ മെയിൻ ക്ലോസ് ആണ്, പ്രധാനപ്പെട്ട വാക്യാണ്. ഷീ ഈസ് ടോളർ, അവള് പൊക്കം കൂടിയ ആളാണ്. ദാൻ മീ ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ. ഇവിടെ ദാൻ എന്നുള്ള വാക്ക് വന്നു, ദാൻ മീ എന്നേക്കാൾ. അപ്പോൾ ആഡ്വർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺസ്. ഇവിടെ മോഡിഫൈ ചെയ്തത് ഈസ് ടോളർ എന്ന വെർബിനെയാണ് അത് മോഡിഫൈ ചെയ്യുന്നത്. സോ മോഡിഫൈ ഈസ് ടോളർ. ഏത് വാക്ക് ഉപയോഗിച്ചുകൊണ്ട്? ദാൻ ഉപയോഗിച്ചുകൊണ്ട്. സോ ദാൻ മീ ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ, ഷീ ഈസ് ടോളർ മെയിൻ ക്ലോസ്. അപ്പൊ ഇവിടെ ഡിഗ്രി ഓഫ് കമ്പാരിസൺസ്, ദാൻ എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് വെർബിനെ നമ്മൾ കമ്പയർ ചെയ്തു. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. ഹി ഈസ് നോട്ട് സോ ക്ലെവർ ആസ് യു തിങ്ക്. ഹി ഈസ് നോട്ട് സോ ക്ലെവർ ആസ് യു തിങ്ക്. ഹി ഈസ് നോട്ട് സോ ക്ലെവർ, അവൻ അത്ര ക്ലെവർ ഒന്നും അല്ല. ആസ് യു തിങ്ക്, നീ വിചാരിക്കുന്നത് പോലെ അവൻ അത്ര ക്ലെവർ ഒന്നും അല്ല, അത്ര ബുദ്ധിയൊന്നും അവനില്ല. നീ വിചാരിക്കുന്ന പോലെ ഒരു ബുദ്ധിയൊന്നും അവനില്ല. അപ്പൊ ഈസ് നോട്ട് സോ ക്ലെവർ, ദാറ്റ് ഈസ് മെയിൻ ക്ലോസ്. ആസ് യു തിങ്ക്, അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അവിടെ ആസ് എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കമ്പയർ ചെയ്തത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആസ് വെച്ച് നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, രണ്ടാമത്തെ ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് മാനർ. രീതി, ഏതുപോലെ എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൺ ഓഫ് വെർബും നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് മാനർ, ദ റിലേറ്റീവ് ആഡ്വർബ് ആസ്. ആ റിലേറ്റീവ് ആഡ്വർബ് ഉപയോഗിക്കുന്ന വാക്ക് റിലേറ്റീവ് ആഡ്വർബ് ആണ്, അത് ആസ് എന്നുള്ള വാക്കാണ്. നമുക്ക് ആസ് വെൽ ആസ്, ആസ് സൂൺ ആസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ്
ഡിഗ്രീസ് ഓഫ് adverb clauses of comparison of manner നമ്മൾ ഉപയോഗിക്കുക. adverb clauses of comparison of manner. നോക്കുക, വളരെ സിമ്പിൾ. You may do as you please. You may do as you please. എന്താ അർത്ഥം നോക്കുക? അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, നിങ്ങൾക്ക് സന്തോഷമാകുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അവിടെ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. അവിടെ മാനറിനെ, അതായത് രീതി, ഏതുപോലെ എന്ന് പറയണം, പ്രവൃത്തി ഏതുപോലെ എന്ന് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പൊ യു മേ ഡു ആസ് യു പ്ലീസ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. ദ സെക്കൻഡ് എക്സാമ്പിൾ, ഇറ്റ് ഓൾ എൻഡഡ് ആസ് ഐ എക്സ്പെക്റ്റഡ്. ഇറ്റ് ഓൾ എൻഡഡ് ആസ് ഐ എക്സ്പെക്റ്റഡ്. എന്താ അർത്ഥം നോക്കുക? ഇറ്റ് ഓൾ എൻഡഡ്, എല്ലാം അവസാനിച്ചു. ആസ് ഐ എക്സ്പെക്റ്റഡ്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എല്ലാം അവസാനിച്ചു. ഇറ്റ് ഓൾ എൻഡഡ്, മെയിൻ ക്ലോസ്. ഇറ്റ് ഓൾ എൻഡഡ്, മെയിൻ ക്ലോസ്, പ്രധാന വാക്യം, പ്രിൻസിപ്പൽ ക്ലോസ്. ആസ് ഐ എക്സ്പെക്റ്റഡ്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ. ആസ്, പോലെ, മാനർ. ആസ് ഐ എക്സ്പെക്റ്റഡ്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ, സബോർഡിനേറ്റ് ക്ലോസ്. ആസ് ഐ എക്സ്പെക്റ്റഡ്, ഇറ്റ് ഓൾ എൻഡഡ്, അതെല്ലാം അവസാനിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത് അവസാനിച്ചു. ഇതാണ് adverb clause of comparison. ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യുന്നു. adverb clause of comparison എന്ന് പറഞ്ഞാൽ വെർബുകളുടെ കമ്പാരിസൺ ആണ്. അവിടെ സബോർഡിനേറ്റ് ക്ലോസ് വെച്ച് വെർബിനെ മോഡിഫൈ ചെയ്യാം. There are two types of adverb clauses of comparison. ഒന്ന് adverb clauses of comparison of degree. Number two, adverb clauses of comparison of manner. What do you mean by adverb clause of comparison of degree? Adverb clause of comparison of degree are introduced by the subordinate conjunction than or by the relative adverb as. Than or as ഉപയോഗിച്ച് നമുക്ക് വെർബിനെ കമ്പയർ ചെയ്യാനായിട്ട്, ഡിഗ്രിയെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. Then number two, adverb clause of manner. Relative adverb as. As വെച്ച് നമുക്ക് രണ്ട് വെർബുകളെ കമ്പയർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് മാനർ ആണ്. ആസ് എ മാനർ, അത് രീതി, ഏത് രീതിയിലാണ് ആ വെർബ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത് നടന്നു. അങ്ങനെ മാനർ, അവസ്ഥയെ കാണിക്കുന്നതാണ് adverb clause of manner. For example നോക്കുക, she is taller than me. Degree of comparison. Than വെച്ച് കമ്പയർ ചെയ്തു. He is not so clever as you think. As വെച്ച് കമ്പയർ ചെയ്തു. And you may do as you please. It all ended as I expected. So നമുക്ക് സിമ്പിൾ ആയിട്ട് adverb clause of condition, adverb clause of comparison, adverb clause of time, adverb clause of reason, നമ്മളങ്ങനെ adverb clause, subordinate clauseനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഇതാണ് adverb clause എന്ന് പറയുന്ന ക്രിയാവിശേഷണ വാക്യം. യെസ്, താങ്ക് യു.